എടാ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലടാ, അടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ലേ? അതിശയം തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ കണ്ടിട്ടോ. ഗൈസ്, ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് ഒരു പ്രശ്നമില്ലാത്ത ഒരു റിലേഷൻഷിപ്പും ഇല്ല. ഇനി അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ, അതിപ്പോ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലായിക്കോട്ടെ, അല്ലെങ്കിൽ കൊളീഗ്സ് തമ്മിലായിക്കോട്ടെ, എന്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനയമാണെന്നുള്ളത് 110% ഉറപ്പാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കവും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അത് വന്ന് അത് സോൾവ് ചെയ്യണ ആ ഒരു സിറ്റുവേഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഫേക്ക് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾ ഫേക്ക് ഇടുന്നതാണ് അതിനർത്ഥം. അടി ഉണ്ടാവണം, ആ അടി സോൾവ് ചെയ്യണം, വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓപ്പൺ സംസാരം കാര്യങ്ങളൊക്കെ വരണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ചില ആൾക്കാർ അവർക്ക് പറ്റാത്ത ഒരു കാര്യം ഏൽക്കാറില്ല. ആ ഒരു ടൈമിൽ ഇപ്പോൾ ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് ഒരു സഹായം ചോദിക്കണം, അവൻ അത് മുഖത്തടിച്ച പോലെ എൻ്റെ അടുത്ത് പറയണു, എടാ സോറി എനിക്കത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതേപോലെ എന്റെ വൈഫിനോട് ഞാൻ ചോദിക്കണു, എനിക്ക് ഇന്ന ഒരു കാര്യം വേണം, അപ്പോൾ പറയാൻ പറ്റില്ല. എന്റെ പാരന്റ്സിനോട് ചോദിക്കണു, പറ്റില്ല. ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ മാത്രം നമുക്ക് അവരോട് ചെറിയൊരു നീരസം തോന്നുമെങ്കിലും പിന്നീട് അത് രണ്ടുപേരുടെ ഉള്ളിലും പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ സോൾവ് ആവും. നെക്സ്റ്റ് ടൈം ശരി നമുക്ക് ചോദിക്കണ്ട തോന്നുന്നു ചോദിക്കണ്ട, പക്ഷെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്, അവരവരെ ഫേക്ക് ഫേസസ് മാത്രം നമ്മുടെ മുന്നിൽ കാണിക്കുള്ളൂ. എല്ലാത്തിനും നമ്മുടെ അടുത്ത് ഭയങ്കര നൈസായിട്ട് നിൽക്കും. ഈവൻ കൊളീഗ്സിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളൊരു പുതിയ ഓഫീസിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഫേക്ക് ഫേസസ് ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഭയങ്കര നൈസായിട്ട് നിൽക്കും നമ്മുടെ അടുത്തൊക്കെ, പക്ഷെ നമുക്ക് ബാക്കിലൂടെ ഇഷ്ടം പോലെ പണികൾ തരുന്നുണ്ടാവും. സോ ബിവെയർ ഗൈസ്, നിങ്ങൾ നൈസായിട്ടുള്ള ആൾക്കാർ മാത്രം ചേർത്ത് നിർത്തി നിങ്ങൾക്ക് എല്ലാത്തിനും കൂടെ ഓക്കേടാ നമുക്ക് ചെയ്യാം, അടിച്ചുപൊളിയായിട്ട് അങ്ങോട്ട് പോവാം, അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും റിയൽ ഉള്ള കാര്യം മനസ്സിലാക്കിക്കോ. എന്നെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് നല്ല പണിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. നോ പറയുന്നവൻ പറഞ്ഞോട്ടെ, അവൻ അവന്റെ ഉള്ളിലുള്ള റിയൽ ഫേസ് ആണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കണേ എല്ലാ റിലേഷൻഷിപ്പിലും. സോ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ അതേപോലെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എപ്പോഴും മൈൻഡിൽ വെച്ചിട്ട് പെരുമാറുക. ബിവെയർ.